ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചല്ലോ. വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. പിന്നെയും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നമ്മൾ തിരുവചനം പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൊലോസ്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വരെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇനി 15-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ആമേൻ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കാമോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ നിരായുധരാക്കി ക്രൂശിൽ അവരുടെ മേൽ വിജയം ആഘോഷിച്ച നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ജീവിക്കുകയാണ്. ക്രൂശിലെ ഒരു ജയോത്സവമാണ് ഈ 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. ഇവിടെ വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ന് പറഞ്ഞിരിക്കുന്നത് അദൃശ്യ ലോകത്തിലെ ദുഷ്ടാത്മ സേനകളെ ഉദ്ദേശിച്ചാണ്. എന്നാൽ ഈ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലും എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലും നമ്മൾ കാണുന്ന വാഴ്ചകളും അധികാരങ്ങളും അദൃശ്യ ലോകത്തിലെ മഹത്വജീവികളായ മാലാഖമാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവൻ ആരാണ്? ക്രിസ്തുവാണ്. അപ്പൊ അവനിൽ നമ്മൾ പരിപൂർണരായിരിക്കുകയാണ്. അപ്പൊ പൂർണ്ണത പ്രാപിച്ച ഒരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവിന്റെ ക്രൂശു മരണ സമയം അദൃശ്യ ലോകത്തിലെ സാത്താന്യ ശക്തികളോടെ ഘോരമായ പോരാട്ട സന്ദർഭം ആയിരുന്നു. ഹല്ലേലൂയ. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു. നമ്മളെ 22-ാം സങ്കീർത്തനത്തിൽ കാണുന്ന ആമേൻ ഭൂഭിഷ്യോടെ അലറുന്ന സിംഹങ്ങൾ, കാളകൾ, ആട്ടുപോത്തുകൾ എല്ലാം ഈ ദുഷ്ടാത്മ സേനകളെയും അവരാൽ പ്രേരിതരായ ദുഷ്ട മനുഷ്യരെയും ഹല്ലേലൂയ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. ദുഷ്ടാത്മസേന നമ്മെ ഭയപ്പെടുത്തുവാൻ, നമ്മെ ഭാരപ്പെടുത്തുവാൻ ഹല്ലേലൂയ ആമേൻ അവൻ മുഴുവലത്തോടെ പ്രവർത്തിക്കും. കർത്താവിന്റെ ക്രൂശ് മരണം കൊണ്ട് ആമേൻ താൻ എല്ലാം തീർന്നു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവാത്മാവ് ആമേൻ അവരെ കർത്താവ് പൂർണ്ണമായും ഹല്ലേലൂയ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ കൊലോസ്യ വിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത്. നമ്മുടെ കർത്താവ് ജയാളിയാണ്. ഹല്ലേലൂയ. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധനാക്കിയവനാണ്. അവൻ ക്രൂശിൽ അവയുടെ മേൽ അവൻ വിജയം ആഘോഷിച്ചവനാണ്. താൻ ക്രൂശ് ചുമന്നപ്പോൾ, ക്രൂശിൽ പിടഞ്ഞു മരിച്ചപ്പോൾ ലോകം ചിന്തിച്ചു ഇതവന്റെ അന്ത്യമാണ് എന്ന്. എന്നാൽ ദൈവവൈതലേ, ലോകം അവൻ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് അവൻ ചിന്തിച്ച സ്ഥാനത്ത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിളിച്ചു പറയുകയാണ്, അവൻ ജയാളിയാണ്. ആമേൻ ഹല്ലേലൂയ. അവയുടെ മേൽ ആമേൻ അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കിയെങ്കിൽ ഇന്ന് പകൽ വേള ദൈവമക്കളെ നാം തളർന്നു പോകുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. അതേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഈ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായിട്ടത്രേ പരിശുദ്ധാത്മാവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ആമേൻ നാം വായിക്കുന്ന ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിനെ 15-ൽ കാണുന്ന ആദ്യത്തെ മശീഹൈക പ്രവചനമാണ്, അതിന്റെ നിവൃത്തിയാണ് കൊലോസ്യ ലേഖനം ഈ 2-ാം അധ്യായം നമ്മൾ 15-ാം വാക്യത്തിൽ വായിച്ചത്. കർത്താവിനെ കുറിച്ചുള്ള വാഗ്ദത്തം അത് നിവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതി
ഹല്ലേലൂയ. സർപ്പത്തിന്റെ തല തകർക്കും, സാത്താന്റെ തല തകർക്കും. സർപ്പമാരാണ്? സാത്താനാണ്. സാത്താൻ സർപ്പത്തിന്റെ വേഷം ധരിച്ചു വന്നത്. അവന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞത് ഈ വാക്യത്തിൽ ഇവിടെ നിവർത്തീകരിക്കുക. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ഹല്ലേലൂയ ക്രൂശിൽ ജയം എടുക്കുവാനിടയായി എങ്കിൽ, എന്നെ പ്രിയപ്പെട്ടവരെ, ക്രൂശ് മരണം യേശുവിന്റെ പരാജയമായിരുന്നില്ല, പ്രത്യുത ജയോത്സവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പരാജയപ്പെട്ടവനല്ല, അവൻ ജയാളിയാണ്. ഹല്ലേലൂയ. ഒത്തിരി മതങ്ങളുണ്ട് ലോകത്തല്ലേ, അനേക മതങ്ങളുണ്ട്. ആ മതത്തിലെ ലീഡേഴ്സ് മരണം കൈവരിക്കുമ്പോൾ അതത് മതങ്ങൾക്ക് പരാജയവും നഷ്ടവുമാണ് ഉണ്ടാകുന്നത്. അവര് പറയും, ഞങ്ങൾക്കൊരു വലിയ വിടവായി, ഞങ്ങളുടെ നേതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു, ഇനി ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന് പറയുവാൻ ഇടയാകുമ്പോൾ, നമ്മുടെ ക്രിസ്തുവിന്റെ മരണം ക്രിസ്ത്യാനിത്വത്തിന് എന്നും ജയോത്സവമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജയാളിയാണ്. അവിടെ നരകുലത്തെ സ്വാധീനിച്ചിരുന്ന പാപത്തിനും ശാപത്തിനും പരിഹാരം ഹല്ലേലൂയ കണ്ടെത്തുകയാണ്. നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മുടേതായ ജീവനെ നിത്യ നരകത്തിൽ നിന്ന് വിടിവിക്കുവാൻ, സാത്താന്യ കുടുക്കൽപ്പെട്ട് കിടക്കുന്നവരെ വിടിവിക്കുവാൻ തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി തന്നുവെങ്കിൽ, നമ്മുടെ പാപത്തിനും ശാപത്തിനും പരിഹാരം തന്റെ കാൽവറി ക്രൂശായിരുന്നു െങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അവൻ നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയവനാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഹല്ലേലൂയ ഒരു സത്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം. ക്രൂശിൽ കൂടി മാത്രമേ, ക്രിസ്തു യേശുവിൽ കൂടി മാത്രമേ പിതാവിന്റെ അടുക്കൽ എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുവാനുള്ള ഹല്ലേലൂയ ഒരു മീഡിയേറ്റർ ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ഓരോരുത്തരും സാത്താന്യ ശക്തിയിലായിരുന്നു. സാത്താനെ തോൽപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തിയെങ്കിൽ, ദൈവമക്കളെ, സാത്താന്യ സേനയെ തോൽപ്പിച്ച് ന്യായപ്രമാണത്തിന്റെ കയ്യെഴുത്ത് മായിച്ച് വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ശത്രുവിന്റെ തലയെ തകർത്ത് കളഞ്ഞ് അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ തന്റെ രക്തത്താല് ജയോത്സവം കൊണ്ടാടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ശത്രുവിന്റെ തലയെ തകർക്കുമെന്നുള്ള അവന്റെ മേലുണ്ടായിരുന്ന വാഗ്ദത്ത നിവർത്തി ആ നിലയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങി. തന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലുള്ളവരെയും സകല ജാതിയിലുള്ളവരെയും സകല വംശത്തിലുള്ളവരെയും സകല ഭാഷയിലുള്ളവരെയും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനേക മരണങ്ങൾ, അനേക ചരിത്രകാരന്മാരുടെ ഹല്ലേലൂയ മരണം ലോകത്ത് സംഭവിച്ചിരിക്കുമ്പോൾ, അനേക കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, കാറൽ മാർക്സ്, മഹാത്മാഗാന്ധി, ഹല്ലേലൂയ, അതുപോലെ അനേക ലോകം കണ്ടതിൽ വെച്ച് പണ്ഡിതരായിരിക്കുന്ന ശ്രേഷ്ഠരായിരിക്കുന്ന അനേകർ ഈ ലോകത്തിന് വേണ്ടി അവർ ജീവപര്യന്തം പോരാടി ലോകത്തിന് വേണ്ടി നന്മകൾ കാഴ്ചവെച്ചുവെങ്കിലും അവർക്കൊരിക്കലും കല്ലറ ഭേദിച്ചു പുറത്തു വരുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് തന്റെ രക്തം കൊടുത്ത് സകല ഭാഷയിലും ഗോത്രത്തിലും ആയിരുന്നവരെ ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങുവാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ആരാണ്? അവനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് നാം ന്യായ പ്രമാണത്തിന്റെ അധീനതയിൽ കിടന്നവരാണ്. നമ്മെ വിലങ്ങുതടിയായി ഈ ലോകത്തിന്റെ അനുഭവം ഈ ന്യായ പ്രമാണം നമ്മെ ഒതുക്കി വെച്ച സ്ഥാനത്ത് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ജയോത്സവം നൽകി തരുവാൻ ഹല്ലേലൂയ ഈ അന്ധകാരത്തിന്റെ ലോക അധിപതിയായ സാത്താൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു. എങ്കിലും അവനെ ഇതേവരെ ബന്ധനസ്ഥനാക്കിയിട്ടില്ല.
അവനെ ബന്ധിക്കുവാനും തീപ്പൊയ്കയിൽ തള്ളിയിടുവാനും സമയം വരുന്നതേ ഉള്ളൂ. അതുവരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. അതുവരെ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് പ്രയോജനപ്പെടണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. ആമേൻ അവനെ തള്ളിയിടുവാനുള്ള സമയം, അവനെ ബന്ധിക്കുവാനുള്ള സമയം വരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് അവൻ വിശ്വാസിയെ തെറ്റിക്കുവാൻ അലറുന്ന സിംഹം പോലെ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചാട്ടെ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ് സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെതായ ഓരോ നിമിഷങ്ങളിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ, പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ അവൻ നമുക്ക് വേണ്ടി തന്റെ സ്നേഹം കാൽവറിയിൽ പ്രദർശിപ്പിച്ചു. അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റിത്തന്നു. അന്ധകാരത്തിന്റെ ലോക അധിപതിയായ സാത്താൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മൾ ചിന്തിച്ചു നമ്മുടെ കർത്താവ് ക്രൂശിൽ തീർന്നുവെന്ന്. എന്നാൽ നമ്മുടെ കർത്താവ് സാത്താനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, സമചിത്തരായിരിക്കുവീൻ, ജാഗരൂകരായിരിക്കുവീൻ. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, സിംഹമല്ല, ഒറിജിനൽ സിംഹമല്ല, സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞു ചുറ്റി നടക്കുക. നമ്മളിലൊക്കെയും, നമ്മുടെ ഭവനങ്ങളിലൊക്കെയും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെയും കടന്നു വരും. നമ്മെ ഏത് വിധേനയും തകർത്ത് കളയാമെന്ന് ആഗ്രഹിച്ചും അവൻ നമുക്ക് വിരോധമായി പ്രവർത്തിച്ചും കൊണ്ട് നടക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ആ വലിയ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കണം. ആ കൃപ നമുക്കുണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളെ നിലനിർത്തും. ഈ കൃപ എവിടെ നിന്നാ പ്രാപിച്ചെടുക്കേണ്ടത്? ആമേൻ, ക്രൂശിൽ നമുക്ക് വേണ്ടി ജയാളിയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് നാം അത് പ്രാപിച്ചെടുക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം അന്ധകാരത്തിന്റെ അനുഭവത്തിൽ ലോക അധിപതി വാഴ്ചകൾ, അധികാരങ്ങൾ, നാം ഒരു കാലത്ത് പാപത്തിന്റെ ആമേൻ അന്ധതമസിൽ കിടന്നവരാണ്, പാപ കൂമ്പാരത്തിൽ കിടന്നവരാണ്. നമ്മെ ജയോത്സവമായി നടത്തുവാൻ, ആത്മാവിൽ നമ്മളെ ആമേൻ സന്തോഷമാക്കി നടത്തുവാൻ ദൈവം കൃപ നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ സൈന്യത്തോട് ജയിക്കുവാൻ അലറുന്ന സിംഹം എന്ന പോലെ അവനെ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവമക്കളെ, സിംഹത്തിന്റെ പേരേ ഉള്ളൂ, ആമേൻ, സിംഹത്തിന്റെ ഗർജനമേ ഉള്ളൂ. അവൻ യഥാർത്ഥത്തിൽ സിംഹമല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ പേരും എടുത്തുകൊണ്ട് വരുന്നവനെ നാം പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവിന്റെ തലയെ തകർക്കുമെന്ന് ആമേൻ ഉൽപ്പത്തി പുസ്തകത്തിൽ അവനെ കുറിച്ച് പ്രവചനമുണ്ടായെങ്കിൽ കൊലോസ്യ ലേഖനം 2:15 ആ പ്രവചനം നിവർത്തീകരിക്കപ്പെടുവാൻ ഇടയാകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഇന്ന് പകൽക്കാലം വിശ്വാസികളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കി വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നാം വീഴാതവണ്ണം ഹല്ലേലൂയ നമ്മെ സൂക്ഷിക്കുകയും, ഹല്ലേലൂയ, ശത്രു സൈന്യത്തോട് നമുക്ക് പോരാടി നിൽക്കുവാനുള്ള ദൈവകൃപയെ നാം ഏറ്റെടുക്കണം. വീഴാതവണ്ണം നിൽക്കുവാൻ, നമ്മെ വീഴിക്കുവാൻ മുഴുവലത്തോടെ ശത്രു പ്രവർത്തിക്കും. അനേക അനുഭവങ്ങൾ താൻ ജീവിതത്തിലിടും. ആമേൻ, ഒരിക്കലും ജയമില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ആമേൻ അവൻ നമ്മെ ജയാളിയായി നടത്തുവാൻ ആമേൻ നാം അവന്റെ കൃപയിൽ ആശ്രയിക്കണം. സകല ഗോത്രത്തിലും ഭാഷയിലുമുള്ളവരെ ഹല്ലേലൂയ, ഈ കൃപയിലേക്ക് കൂട്ടിവരുത്തുവാൻ തന്റെ സ്നേഹം അവൻ നമുക്ക് വേണ്ടി ആമേൻ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ വേള അപ്പോസ്തലനായ പത്രോസ് പറയുക, അതിൽ നമ്മെ തെറ്റിക്കുവാൻ അലറുന്ന സിംഹം എന്ന പോലെ അവൻ കടന്നു വരും. എന്നാൽ ഇന്ന് പകൽ വേള പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, ഒരു വിശ്വാസിയെ തെറ്റിക്കുവാൻ ആമേൻ അലറുന്ന സിംഹം എന്ന പോലെ വരുന്നവന് സാധ്യമാകത്തില്ല. കാരണം ആമേൻ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവനെ ഗോത്രത്തിന്റെ സിംഹമാ. അവനെ തെറ്റിക്കുവാൻ ആർക്കും സാധ്യമല്ല ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ശത്രു സൈന്യത്തോട് നമുക്ക് പോരാടാം.
ഹല്ലേലൂയ. പോരാട്ടമുണ്ട്, ഈ ഭൂമിയിൽ പോരാട്ടമുണ്ട്. ഈ പോരാട്ടം നമ്മൾ എങ്ങനെ ക്രിസ്തുവിലാൽ അവന്റെ രക്തത്താൽ ഹല്ലേലൂയ നാം ഈ പോരാട്ടം ആമേൻ നാം അതിന്റെ മേൽ ജയം കൊണ്ടാടുവാൻ ഇടയാകണം. ഹല്ലേലൂയ. നമ്മിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരാണ്? യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവനാണ്. അവൻ നമ്മിൽ വാഴുന്നു, അവൻ നമ്മിൽ പ്രവർത്തിക്കുന്നു. ആകയാൽ എന്റെ ദൈവമക്കളെ, ഇവിടെ വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ അധിപതികളെയും അവൻ ജയിച്ചടക്കണമെങ്കിൽ ഹല്ലേലൂയ നാം ചില കൃപകൾ പ്രാപിച്ചെടുക്കണം. നമുക്കൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം. അതിന്റെ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് ആമേൻ ഒന്ന് നോക്കാം. 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമുക്ക് പോരാട്ടമുണ്ട്. നമ്മുടെ ബന്ധങ്ങളോടല്ല, നമ്മുടെ സ്വന്തങ്ങളോടല്ല, ഭർത്താക്കന്മാരോടല്ല, ഭാര്യമാരോടല്ല, അമ്മായിപ്പനോടല്ല, അമ്മായിമ്മയോടല്ല. പിന്നെ ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? ആരോടെന്നാണ് നമ്മൾ വായിച്ചത്? ഹല്ലേലൂയ. 12-ാം വാക്യത്തിൽ വായിച്ചത് നമുക്ക് പോരാട്ടമുണ്ട്. ആരോടാ? ഈ ലോകത്തിന്റെ അന്ധകാരത്തോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ധകാര ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അന്ധകാരത്തിന്റെ ശക്തികളെ ജയിക്കുവാൻ ഹല്ലേലൂയ നാം ദൈവകൃപയെ ഏറ്റെടുക്കണം. അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ മുൻപിൽ ദുർദിവസങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. ദൈവത്തിന്റെ സകല ആയുധങ്ങളും നിങ്ങൾ ധരിച്ചു കൊള്ളണം. കാരണം നിങ്ങൾക്കും എനിക്കും പോരാട്ടമുണ്ട്. ഈ പോരാട്ടം ആരോടാണ്? ജഡത്തോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മസേനയോടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വേളയെങ്കിൽ നമുക്ക് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ അധിപതികളോട്, ദുഷ്ടാത്മസേനയോട് ഈ പോരാട്ടം നാം കഴിച്ചില്ല എങ്കിൽ നമുക്ക് ജയമുണ്ടാകുവാൻ ഇടവരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വായിച്ചാട്ടെ. ഈ പോരാട്ടത്തെ കുറിച്ച് 1-2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 53-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 53-ാമത്തെ വാക്യം. ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടി ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാവുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു. ഹല്ലേലൂയ. നമുക്കൊരു നാഴികയുണ്ട്. നമ്മുടെ ഈ സമയം ഇത് അന്ത്യകാലമാ, അല്ലെ? ദുർഘട സമയമാ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആകയാൽ ഇത് ഇരുളിന്റെ സമയമാണ്. ഇരുളിന്റെ സമയം. ഈ ലോകത്തിന്റെ അധിപതിയായവൻ നമ്മെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ മുഴുബലത്തോടെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തിരുവചനത്തിലൂടെ നമ്മോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാൻ ദിവസേന ഹല്ലേലൂയ ദൈവ ആലയത്തിൽ ചെന്നു നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എനിക്കെതിരെ നിങ്ങൾ കൈനീട്ടിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു. സ്തോത്രം. നമുക്ക് അവസരം കിട്ടുമ്പോൾ കർത്താവിനോട് കൂടി നാം താണിരിക്കണം, ദൈവകൃപയിൽ ആശ്രയിക്കണം. പലപ്പോഴും ഇരുളിന്റെ സമയങ്ങൾ നമ്മളെ തേടി വരും. കർത്താവിന്റെ സമയം ഹല്ലേലൂയ നമ്മുടെ കൂടെ വരും. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന അനുഭവമാണ് അവിടെ. ഈ കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മൾ അറിയാം, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജനക്കൂട്ടം വരികയാണ്. 12 പേരിൽ ഒരുവനായ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവ് തനിക്കെതിരെ വന്ന മഹാപുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒക്കെ ചോദിക്കുക, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായിട്ട് പുറപ്പെട്ട് എന്റെ നേരെ വന്നിരിക്കുന്നുവോ? ഹല്ലേലൂയ. ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എനിക്കെതിരെ നിങ്ങൾ കൈ നീട്ടിയില്ല.
ദൈവമക്കളെ, ഇന്ന് സുവിശേഷ വേലയ്ക്ക് തടസ്സങ്ങളുണ്ട്. ഇന്ന് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ആമേൻ അനേക എതിർപ്പുകളുണ്ട്. പാരമ്പര്യത്തിൽ കുടുങ്ങിക്കിടന്ന നാം ഹല്ലേലൂയ സത്യപ്രകാശം അറിഞ്ഞ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമാണ്. ഹല്ലേലൂയ. ഇതിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ തിരിച്ചറിവ് നമ്മളിൽ വേണം. യേശു കർത്താവിന് പോലും അത് ഉണ്ടായി. അന്നേരം അവനെ പിടിച്ചില്ലല്ലോ എന്നാ ചോദിക്കുന്നത്. എന്നാൽ ഈ തന്റെ മേലുള്ള പ്രവചന നിവർത്തി ഹല്ലേലൂയ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നത് കൊണ്ട് അന്ധകാരത്തിന്റെ അധിപതികളോടും ദുഷ്ടാത്മസേനയോടും പോരാട്ടമെന്ന് മനസ്സിലാക്കി കർത്താവ് യൂദായെ ഒന്നും ചെയ്തില്ല. നീ എന്നെ ഒറ്റിക്കൊടുത്തോ എന്ന് ചോദിച്ച് അവനോട് യാതൊരു വിധത്തിലും വഴക്കോ ബഹളമോ ഒന്നും ഉണ്ടാക്കുവാൻ ഇടവന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലത്തെങ്കിൽ ആമേൻ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വേദഭാഗം കൂടെ വായിക്കാം. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ന്യായവിധി അടുത്തു വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു തന്റെ മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ച് പ്രവചിക്കുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഹല്ലേലൂയ പുറത്തു തള്ളുക. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പ്രഭു നമ്മെ ഭരിച്ചിട്ട്, ഈ ലോകത്തിന്റെ പ്രഭു നമ്മെ അടക്കി വെച്ചിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുതിർന്നു പോകുവാൻ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ നമ്മെ ഒതുക്കുമ്പോൾ അന്ധകാരത്തിന്റെ അധിപതിയെ, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മസേനയെ നാം എന്ത് ചെയ്യണം? ജയിച്ചടക്കേണം. അതിന് മേൽ നാം ജയഘോഷം കൊണ്ടാടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. അതിന്റെ 14-ാം അധ്യായം 30-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ പ്രഭുവിനെ ഹല്ലേലൂയ എന്റെ മേലൊരു അധികാരവുമില്ല. നാം പറയണം, നമ്മൾ ലോകത്തിന്റെ പ്രഭുക്കന്മാരോട് പോരാടാൻ പോകണ്ട. ദുഷ്ടാത്മാവ് അവരുടെ മേൽ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിടെ പറയുക ഹല്ലേലൂയ, നാം ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനായി ഞാൻ ഇപ്പോൾ അത് സംഭവിക്കുന്നതിന് മുൻപേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനിയും നിങ്ങളോട് അധികം സംസാരിക്കുന്നില്ല. കാരണം ലോകത്തിന്റെ പ്രഭു വരികയാണ്. അവൻ എന്റെ മേൽ ഒരധികാരവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ഹല്ലേലൂയ അധികാരം സ്ഥാപിച്ചു വെച്ചിരുന്ന ന്യായ പ്രമാണത്തെ നമുക്ക് വേണ്ടി മാറ്റി അതിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്ത അരമരക്ഷകൻ പറയുകയാണ്, ഇന്ന് പകൽക്കാലം നാം ലോകത്തിന്റെ പ്രഭു ആമേൻ അത് സാത്താനാണെന്ന് മനസ്സിലാക്കി ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താനെ നാം തന്നെ കാൽ കീഴാക്കിയ കർത്താവിലൂടെ ജയഘോഷം കൊണ്ടാടണം. ആമേൻ. ഈ ലോകത്തിന്റെ ആമേൻ പ്രഭു ആരാണെന്ന് 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരുപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ പ്രഭു ദൈവപ്രതിമയായ ദൈവത്തിന്റെ പ്രതിരൂപമായിരുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ വെളിച്ചം കാണാതിരിപ്പാൻ, അനുഭവിക്കാതിരിപ്പാൻ എന്ത് ചെയ്തു? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കിയിരിക്കുകയാണ്. ഇന്ന് പലരോട് സുവിശേഷം പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളത്തില്ല. അവരുടെ കണ്ണ് കുരുട്ടായിരിക്കുകയാണ്. ദൈവമക്കളെ, ഈ ലോകത്തിന്റെ ദൈവമാരാണ്? പിശാചാണ്. ഈ ഭൂമി മുഴുവൻ ദുഷ്ടന്റെ അധീനതയിലാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അധിപതിയായ പിശാച് ആമേൻ തകർത്ത് കളയുവാൻ, ഹൃദയത്തെ ഹല്ലേലൂയ ഇരുട്ടാക്കി കളയുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നു തന്ന് ക്രിസ്തുവിനോടുള്ള സ്നേഹം മനസ്സിലാക്കി എന്നെയും നിങ്ങളെയും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, ദൈവത്തിന്റെ പ്രതിരൂപമായിരുന്ന
ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം നാം അറിഞ്ഞത് കൊണ്ട് ഈ സത്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ എന്നെയും നിങ്ങളെയും തെറ്റിച്ച് കളയുവാൻ ശത്രുവായി മുഴുവനത്തോടെ പ്രവർത്തിക്കും. എന്റെ യേശു കർത്താവിന്റെ ജനനത്തിങ്കൽ തന്നെ ആമേൻ അത് സംഭവിച്ചു ഇല്ലേ? നമുക്കറിയാം മറിയ ആ കുഞ്ഞിനെ വയറ്റിൽ ഉൾക്കൊണ്ട സമയത്ത്, അവൾ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് തന്നെ അവൾ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് അറിഞ്ഞ സ്ഥാനത്ത് ആമേൻ ഗൂഢമായി യോസഫ് ഉപേക്ഷിക്കാൻ ചിന്തിച്ചുവെങ്കിലും ദർശനത്തിൽ ദൈവം അവനെ ആമേൻ പ്രത്യക്ഷനായിട്ട് അവനോട് സംസാരിച്ചു. മാത്രമല്ല ഹെരോദോസ് രാജാവ് അന്നത്തെ കാലത്ത് ആ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ഒരു രാജാവ് പിറന്നുവെന്ന് ആട്ടിടയന്മാർ നക്ഷത്രം കണ്ട് കടന്നു വന്ന് അവന് ഒരു കുന്തിരിക്കവും പൊന്നും ഒക്കെ അവന് സമർപ്പിക്കപ്പെടുവാൻ രാജാതി രാജാവിനെ വണങ്ങുവാൻ കടന്നു വന്ന ദുആമൻ അതെ ആട്ടിടയന്മാർ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് ഹെരോദോസ് രാജാവിനോട് പറയുമ്പോൾ ദൈവമക്കൾ രാജാവിന് അസൂയപ്പുണ്ട്. ആമേൻ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം 2 വയസ്സിന് താഴേക്ക് പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ഇടയായി. നമുക്ക് കേൾക്കാം റാമയിൽ ഹല്ലേലൂയ ഒരു കരച്ചിലിന്റെ ശബ്ദം ഉയരുന്നു. അനേക കുഞ്ഞുങ്ങൾ കൊലക്കളത്തിലേക്ക് മായ്ക്കപ്പെടുന്നു. ആമേൻ നമ്മുടെ കർത്താവിന്റെ ജനനത്തിങ്കൽ അരമനാഥനെ ഒതുക്കി കളയുവാൻ സാത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എന്റെ ദൈവമക്കളെ അത് സാധിച്ചില്ല. നമുക്കറിയാം അവർ മിസ്രൈമിലേക്ക് കടന്നു പോകുവാൻ ദൈവം ആമേൻ യോസഫിന് ദർശനം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അവന് സ്വപ്നത്തിൽ അവനോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ ഒതുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആ വാഗ്ദത്ത നിവർത്തി അവൻ നമുക്ക് വേണ്ടി നിവർത്തിച്ചുവെങ്കിൽ ക്രൂശിൽ ആ പോരാട്ടം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. ശിശുവായിരുന്നപ്പോൾ ജനിച്ചപ്പോൾ തന്നെ കൊല്ലുവാൻ ആമേൻ ശത്രു പദ്ധതിയിട്ടുവെങ്കിൽ, അവനെ ഒതുക്കുവാൻ പദ്ധതിയിട്ടുവെങ്കിൽ കാൽവറിയിലെ മരക്കുരിശിൽ നമുക്ക് വേണ്ടി 3 ആണികളിന്മേൽ തൂക്കപ്പെട്ടവന്റെ അവസ്ഥ ഇന്നുകൊണ്ട് തീർന്നുവെന്ന് പിശാച് വെല്ലുവിളിച്ച സ്ഥാനത്ത് ദൈവാത്മാവ് പറയുകയാണ് ആ കാൽവറിയിൽ ഹല്ലേലൂയ ആമേൻ അവന്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ആമേൻ മാനുഷികമായുള്ള ദൃഷ്ടികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആമേൻ സാത്താന്റെ തന്ത്രത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവന്റെ ആസൂത്രണങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ആമേൻ സ്തോത്രം. എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയും? ആമേൻ ഈ ഡിവൈസുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഓരോ ഡിവൈസുകളും ഇന്ന് പകൽക്കാലം ഈ കൃപ ഏറ്റെടുക്കണം. ക്രൂശിൽ ആമേൻ അവൻ നമുക്ക് വേണ്ടി പോരാട്ടം കഴിച്ചുവെങ്കിൽ മാനുഷിക ദൃഷ്ടിയിൽ ഒരു പരാജയമായത് തോന്നിയേക്കാം. എങ്കിലും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ ഒരു പുതുവഴി അവിടെ അവൻ വെട്ടി തുറക്കുകയായിരുന്നു തന്റെ ക്രൂശ് മരണം മൂലം. ആമേൻ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അത് ഒരു മഹാവിജയമായി ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവറിയിൽ ജയോത്സവം കൊണ്ടാടി. എന്റെ കർത്താവിന്റെ ആമേൻ അത് ഉയർത്തെഴുന്നേൽപ്പ് ആമേൻ ഒരു മഹാവിജയത്തിന്റെ സന്ദർഭമായിരുന്നു ദൈവമക്കളെ. പരസ്യമായി കാഴ്ചയാക്കി ഹല്ലേലൂയ നമുക്ക് വേണ്ടി. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്താൽ 2:15 പറയുക വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. കമ്പും വടിയും ഒക്കെ ആയിട്ട് വന്നെങ്കിൽ അവരുടെ മുൻപിലും താൻ ഹല്ലേലൂയ ഒരു ചഞ്ചലവുമില്ലാതെ ആമേൻ ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നവൻ എന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആമേൻ അതേ ക്രൂശിൽ വെച്ച് അവനെ തകർക്കാമെന്ന് ശ്രമിച്ച സ്ഥാനത്തും ആമേൻ അവിടെയും ആമേൻ പിശാച് പരാജയം കൊണ്ടാടി. ആമേൻ അവൻ ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. ആമേൻ സ്തോത്രം. അവയെ പരസ്യമായി കാഴ്ചയാക്കി. ഈ വാക്യം നമ്മൾ ആമേൻ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മാനുഷ്യമായി
ഹല്ലേലൂയ പരസ്യമാക്കി എന്ന് പറയുമ്പോൾ ഒരു കാഴ്ച അല്ലെ, പരസ്യങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് ആമേൻ മാധ്യമങ്ങളിലൂടെ കാണുവാനായിട്ട് കഴിയും. ഈ പ്രയോഗം ഒത്തിരി അന്വർത്ഥമായി ആമേൻ അർത്ഥനഗ്നനായി 33 തിരുവയസ്സിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ കാൽവറിയുടെ കുലക്കളത്തിൽ ഹല്ലേലൂയ അവൻ തൂക്കപ്പെട്ടവനായി ഭൂമിയുടെ മധ്യത്തുള്ള പലസ്തീന്റെ ആമേൻ ആ മണ്ണിൽ നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവപൈതലേ പരസ്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. ഒരു പരസ്യ കാഴ്ച. എന്റെ കർത്താവ് ആമേൻ അർത്ഥനഗ്നനായിട്ട് ആമേൻ അത് പൂർണ്ണതയിൽ ആമേൻ നമുക്ക് കാണാൻ ആ സമയത്ത് ആമേൻ പ്രകൃതിയിൽ പോലും ഇരുളുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ആ നല്ലൊരു യൗവനക്കാരനായിരുന്ന സമയത്ത് അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു. അവൻ അവരുടെ വസ്ത്രത്തിനായിട്ട് ചീട്ടിട്ടു. അവനെ അടിച്ചു. അവന്റെ പുറമുഴവ് ചാലുപോലെ അടിച്ചു കീറി. അവന്റെ മുഖത്തടിച്ചു. അവന്റെ രോമങ്ങൾ ഓരോന്നായി പിഴുതെടുത്തു. ഏറ്റവും ബലഹീനമായ അവസ്ഥയിലേക്ക് അവൻ കൊണ്ടുപോയി. ക്രൂശിൽ അവൻ ദാഹിക്കുന്നുവെന്ന് പറയുവാൻ ഇടയായെങ്കിൽ ശത്രു ചിന്തിച്ചു ഞാൻ ജയിച്ചു എന്ന്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെയല്ല. എന്റെ കർത്താവിന്റെ ഒരു വിജയമായിരുന്നു കാൽവറിയിൽ എനിക്ക് നിനക്കും വേണ്ടി അവൻ പരസ്യമായി കാഴ്ചയായി തീർന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ഹല്ലേലൂയ എനിക്ക് നിനക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ മേൽ ജയം നൽകുവാനാണ്. യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട എതിരാളികളെ തടവുകാരായി പിടിച്ചുകൊണ്ട് ജൈത്രയാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയിലാണ് എന്റെ കർത്താവ് ഹല്ലേലൂയ കാൽവറി ആമേൻ മലമുകളിലേക്ക് പച്ച പൈൻമര കുരിശ് ചുമന്നുകൊണ്ട് പോയത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം അവൻ ക്ഷീണിതനാണ്, ശാരീരികമായി ക്ഷീണിതനെന്ന് നമുക്ക് തോന്നിയാലും ആമേൻ നമുക്ക് വേണ്ടി ഈ അപ്പോസ്തലൻ വർണ്ണിച്ചിരിക്കുന്ന വർണ്ണന നമ്മുടെ ഹൃദയത്തിന്റെ ആമേൻ അതേ ശക്തി വർദ്ധിപ്പിക്കുകയല്ലേ. എന്റെ ഹൃദയം ത്രസിക്കുകയാണ് ഈ വചനം വായിക്കുമ്പോൾ. എന്റെ ഹൃദയത്തിന് സന്തോഷം വർദ്ധിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമേ, അവൻ ദൂതന്മാരെ കുറിച്ചും അമാനുഷികമായ ജീവികളെ കുറിച്ചും കൊലോസിയിൽ പ്രചരിപ്പിച്ച ദുരുപദേശത്തെ അവൻ കണ്ണിച്ചുകൊണ്ട് അവൻ കൊലോസ്യ വിശ്വാസികളുടെ ഇടയിൽ അനേക പഠിപ്പീരുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതാണ്. അവിടെ ഒത്തിരി നോസ്റ്റിക് മതക്കാരുണ്ടായിരുന്നു. സ്തോത്രം. അവിടുത്തെ പഠിപ്പീരുകൾ വളരെ മോശമായിരുന്നു. എന്നാൽ ആ പഠിപ്പീരുകളുടെ നടുവിൽ ആമേൻ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. ക്രിസ്തുവിന്റെ ക്രൂശ് ദൈവത്തിന്റെ വിജയത്തിന്റെ സിംഹാസനമാണ് എന്ന്, ആ വിജയത്തിൽ നമുക്കും ഒരു പങ്കുണ്ട് എന്ന് വ്യക്തമായി ആമേൻ ക്രിസ്തുവിനോട് ചേർന്ന് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ, അവനിൽ നിന്നും പുതുജീവൻ പ്രാപിച്ചെടുക്കുവാൻ ആമേൻ നമ്മെ ദൈവം ഇടയാക്കി. അതുകൊണ്ട് നാം ഒരിക്കലും ഇനി പരാജയപ്പെട്ടവരല്ല. നാം ഒരിക്കലും ഇനി ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല. ആമേൻ ന്യായപ്രമാണത്തിന്റെ നുഖത്തിന്റെ കീഴിലല്ല. സ്വാതന്ത്ര്യമാകുന്ന സ്നേഹത്തിലേക്കുള്ള ഒരു പൗര അവകാശം നമുക്ക് അവൻ നൽകി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇനി ഒരിക്കലും ദുഷ്ടന്റെ അടിമകളല്ല പ്രിയപ്പെട്ടവരെ. ജയാളിയായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ദാസന്മാര് അവന്റെ മക്കളാണ്. ഹല്ലേലൂയ. അവനെ ജയാളിയായി നാം കാണുമെങ്കിൽ അവന്റെ വിജയം ദൈവമക്കളെ ഒരു മരണമല്ല. അവൻ നമുക്ക് വേണ്ടി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. അവന്റെ മരണം ഹല്ലേലൂയ ഒരു ആമേൻ പരാജയമല്ല. അവന്റെ മരണം നമുക്ക് ജയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി അവൻ നമ്മുടെ ഹല്ലേലൂയ പരാജയത്തെ ജയമാക്കി തരുവാൻ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനെ ജയാളിയായി നാം കാണണം. അങ്ങനെയെങ്കിൽ അവന്റെ വിജയം നമുക്കും ഇന്ന് പകൽക്കാലം ജീവൻ പ്രാപിക്കുവാൻ കാരണമാക്കും. അവൻ നമ്മുടെ ജീർണ വസ്ത്രം മാറ്റി, നമ്മുടെ പാപപകുലമായ അനുഭവത്തെ മാറ്റി, ദോഷകരമായിരുന്ന അനുഭവത്തെ മാറ്റി, നിത്യ നരകാഗ്നിയിലേക്ക് വീഴേണ്ട എന്റെ നിങ്ങളുടെ പാപക്കറകളെ അവന്റെ രക്തത്താൽ കഴുകി ആമേൻ നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രം ഉടുപ്പിച്ചു.
ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു മൂലം നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് സാധിക്കണം. ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, പരസ്യമായി അവനെ കാഴ്ചയാക്കിയെങ്കിൽ, ആമേൻ, ഇന്ന് പകൽക്കാലം, ആമേൻ, അവൻ ഏറ്റവും ബലഹീനനായി തീർന്നുവെങ്കിൽ അവൻ ശക്തനായി തീർന്നു. നമുക്ക് ഒറ്റ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 13:4. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുക. നാമും ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കൃപയാല, അവന്റെ ശക്തിയാലാണ് തന്നെ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയൊരു വിധി എഴുത്തിന്റെ മുൻപിൽ, ഹല്ലേലൂയ, ലോകം ക്രിസ്തുവിനെ കുറിച്ച് വേണ്ടാദിനം പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം അവൻ പറയുക, അവൻ ബലഹീനനാണേ. ആമേൻ. ജയ ജയ രാജാവേ, ജയ ജയ യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എന്തെല്ലാം വെല്ലുവിളികളുടെ മുൻപിൽ കാൽവറി ക്രൂശിൽ കിടന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനൻ എന്ന് സമ്മതിക്കേണ്ടതിന്, ആമേൻ, പിശാച് മുഴുവനും പ്രവർത്തിച്ചുവെങ്കിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയോടെ, ആമേൻ, നമുക്ക് വേണ്ടി ജീവിക്കുക. അതുകൊണ്ട് ആമേൻ, അപ്പോസ്തലനായ പൗലോസ്, ആമേൻ, കൊരിന്ത്യ വിശ്വാസികളെ ഉറപ്പിക്കുകയാണ്, ഞങ്ങളും അവനിൽ ബലഹീനരാണെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. തന്റെ സുവിശേഷ ഘോഷണത്തിൽ, കൊരിന്ത്യരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവന്റെ ശക്തിയാലെ ജീവിക്കുന്ന. അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി, ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായി, ഒത്തിരി വേദനകൾ ഉണ്ടായി. എങ്കിലും ജീവിക്കുന്ന ക്രിസ്തുവിനെ താൻ, ഹല്ലേലൂയ, സാക്ഷിക്കുകയാണ്. തന്നെ ചുമപ്പിച്ച ആ കുരിശു മരത്തടി ഒരു ജൈത്രയാത്രയുടെ രഥമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളിൽ, ആമേൻ, ഇങ്ങനെ യെശയ്യാവ് വിളിച്ചു പറയുന്നുണ്ട്, ബലവാനിൽ നിന്ന് അവന്റെ കവർച്ച മുതലെടുക്കാമോ? അല്ല, ക്രൂരന്റെ കയ്യിൽ നിന്ന് തടവുകാരെ വിടുവിക്കാമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനായവനിൽ നിന്ന് അവന്റെ തടവുകാരെ തട്ടിയെടുക്കും, ക്രൂരന്റെ കവർച്ച മുതലും വിടുവിക്കും. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് അതാണ് ചെയ്തത്. കാൽവറി ക്രൂശിൽ പോരാടിയവരോടെ ആരാണ് പോരാടിയത്? വാഴ്ചകളും അധികാരങ്ങളും, ആമേൻ, ഈ ലോകത്തിന്റെ, ആമേൻ, ദുഷ്ടാത്മസേനയുമാണ് ഈ പോരാടിയവരോട്. നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ആമേൻ, പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ അവൻ തന്റെ മക്കളെ രക്ഷിച്ചു, നമ്മെ രക്ഷിച്ചു, തന്റെ ജീവൻ നൽകി നമ്മെ രക്ഷിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ആമേൻ. എന്റെ കർത്താവിന്റെ, ഹല്ലേലൂയ, ആമേൻ, കുരിശു മരത്തടി അവൻ ചുമന്നത് നമ്മുടെ നാശത്തിനല്ല, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ അവനോടുകൂടെ ഇരുത്തേണ്ടതിന് അവന്റെ സ്നേഹത്തിന്റെ ആ ഭാഷ്യം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി കാൽവറിയിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിക്കാം ഈ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട, ആമേൻ, അവന്റെ സ്നേഹത്തിന്റെ ആഴം. ആമേൻ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കി അവൻ ക്രൂശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും അവയെ പരസ്യമായി കാഴ്ചയാക്കുകയും ചെയ്തുവെങ്കിൽ നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അനുവദിച്ചാൽ വാക്യം 16-17, ആമേൻ, നാളെ നമുക്ക് ചിന്തിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അനേക കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയുവാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയ കർത്താവിൽ നമുക്ക് എതിരായി എഴുതി വച്ചിരുന്ന കൈയെഴുത്തിനെ മായിച്ച്, ആമേൻ, ന്യായപ്രമാണമെന്നുള്ള ആ നടിച്ചുവരനെ ഇടിച്ചു മാറ്റി ഇരുപക്ഷത്തെയും ഒന്നാക്കി കാൽവറിയിൽ നമുക്ക് വേണ്ടി, ആമേൻ, പരസ്യമായ കാഴ്ചയായി നമുക്ക് വേണ്ടി ജീവൻ നൽകിയവന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിന്റെ പ്രഭു, ആമേൻ, ഈ ലോകത്തിന്റെ മനുഷ്യന്റെ കണ്ണുകളെ കുരുട്ടാക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുവാൻ നമ്മുടെ അരുമനാഥന് സാധിച്ചെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം.
ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീത വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ അനുഭവിച്ചതുമായ കാര്യങ്ങൾ സത്യമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനനുസൃതമായി ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത് ഞങ്ങൾക്ക് കർത്താവെ മുന്നേറുവാൻ, ഞങ്ങളുടെ അരുമനാഥനെ ഒതുക്കുവാൻ ശത്രു പദ്ധതിയിട്ട സ്ഥാനത്ത് ഞങ്ങളെയും ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിനാൽ ഞങ്ങൾ ജയോത്സവരാകുവാൻ തീരുവാനിടയാക്കുന്നതിനായി സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. തുടർന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ വചന പഠനം മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഇടയാക്കിയാട്ടെ. കർത്താവെ, ഇന്ന് കർത്താവെ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കുന്ന ഈ വചനങ്ങൾ ആമേൻ കേട്ട ഹൃദയങ്ങൾക്ക് വളരെ സന്തോഷവും പ്രത്യാശയും ഉളവാക്കുവാൻ ഇടയാക്കിയാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യണം. നമ്മളുടെ വചനദീപ്തി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് അനേകർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ തിരുവചന പഠനം അനേക ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറണം. അതിന് നിങ്ങൾ ഭാഗവാക്കാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ശുശ്രൂഷ താല്പര്യമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കണം. അത്രമാത്രം ആമേൻ മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായി മാറണം എന്നുള്ള പ്രത്യാശയോടെ ഇന്ന് പോൽക്കാലം കർത്താവിന്റെ നാമത്തിൽ താണിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.